നമ്മുടെ ഇന്ത്യ പാക് സംഘർഷത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമൊക്കെ ഇന്ത്യയുടെ ആക്രമണത്തിൽ വലിയൊരു പങ്ക് വഹിച്ച് ബ്രഹ്മോസ് ആയിരുന്നു. ബ്രഹ്മോസ് പതിച്ചപ്പോൾ തന്നെ സത്യം പറഞ്ഞത് ലോകരാജ്യങ്ങളൊക്കെ വലിയ ചർച്ചയാവുകയും ബ്രഹ്മോസിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്ത്യയുടെ പുറകെ നടക്കണം, ഒരു വലിയ ഒരു കച്ചവട അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് രീതിയിലേക്ക് ബ്രഹ്മോസിനെ കൊണ്ടുപോകുന്ന തരത്തിലെത്തി. അത്രയ്ക്കൊരു ഒരു വലിയൊരു ഇമ്പാക്റ്റ് ആയിരുന്നു അത് ബ്രഹ്മോസ് എന്ന് പറയുന്നത്. ബ്രഹ്മോസ് അതോടെ തന്നെ ഈ ലോക ശ്രദ്ധ മൊത്തം ആകർഷിച്ചു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സംഘർഷത്തിലെ പ്രമുഖ താരം തന്നെ ബ്രഹ്മോസ് ആയിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും അതിപ്പോൾ ബ്രഹ്മോസ് നമുക്കറിയാം തിരുവനന്തപുരത്ത് ചാക്കയിൽ അതിൻ്റെ ഒരു വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. അതിപ്പോൾ DRDOയുടെ പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് ആക്കുന്നു എന്നാണ് കേൾക്കുന്നത്. എന്താണ് ഈ ഇത്തരത്തിലുള്ള നിയന്ത്രണത്തിലേക്ക് വരാൻ കാരണം? ഇതിനു മുന്നേ അതെങ്ങനെയാണ് പ്രവർത്തിച്ചത്? എന്തൊക്കെയാണ് അതിൻ്റെ കൂടുതൽ വിശേഷം? ഇതെന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ, അതിനു മുമ്പ് രഞ്ജിനി പറഞ്ഞത് വളരെ യുദ്ധത്തിൽ ബ്രഹ്മോസിൻ്റെ ആ സ്ഥാനം അവിടെ വെച്ച് തുടങ്ങണം, ആ ഒരു പ്രാധാന്യം. കാരണം ഈ ബ്രഹ്മോസ് അയച്ച ബ്രഹ്മാസ്ത്രങ്ങൾ കൊണ്ടാണ് നമ്മൾ 3 രാജ്യങ്ങളുടെ സമാധാനം കെടുത്തിയിരിക്കുന്നത്. ലൈറ്റ് പോലെ കത്തി നിന്ന അവരുടെ ആ ആത്മവിശ്വാസം കെടുത്തിയത് ഈ ബ്രഹ്മോസിൻ്റെ അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടാണ്. ചൈന, പാകിസ്ഥാൻ, തുർക്കി, ഈ 3 രാജ്യങ്ങളുടെയും ഡിഫൻസ് കമാൻഡ് സിസ്റ്റത്തെ തകർത്തുകൊണ്ടാണ് ബ്രഹ്മോസിൻ്റെ മിടുക്കന്മാരായിട്ടുള്ള ബ്രഹ്മാസ്ത്രങ്ങൾ അവയെ ഭേദിച്ച് തകർത്ത് നിലംപരിശാക്കിയത്. റഡാറിൻ്റെയോ മറ്റേതെങ്കിലും സംവിധാനത്തിൻ്റെയോ കണ്ണുകൾ വെട്ടിച്ചുകൊണ്ട് ഇത്തരം വലിയ ഒരു സാഹസം ചെയ്യാൻ കഴിഞ്ഞത്. ഏതാണ്ട് 18 മിനിറ്റ് കൊണ്ട് പാകിസ്ഥാൻ്റെ സംഹാരശേഷിയും പ്രതിരോധശേഷിയും നമ്മൾ തകർത്ത് കളഞ്ഞു. ഇനി നിവർന്ന നിവർത്തി വരണമെങ്കിൽ വർഷങ്ങൾ തന്നെ വേണ്ടിവരും, വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടിവരും. അപ്പോൾ അത്രയും ഖ്യാതിയുള്ള ഒന്നാണ്, കേരളത്തിൻ്റെ കൂടി അഭിമാനമാണ് അതിൻ്റെ ഒരു ഭാഗം ഇവിടെ ചാക്കയിൽ വിമാനത്താവളത്തിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഉണ്ട് എന്നുള്ളത്. ഈ ബ്രഹ്മോസ് എന്ന് പറയുന്ന പേര് തന്നെ വലിയൊരു, അതിനും ഒരു കഥയുണ്ട്. ഇന്ത്യയുടെ ബ്രഹ്മം എന്നുള്ള സകലം കല്വിതം ബ്രഹ്മ, എല്ലാം ബ്രഹ്മമാകുന്നു. രഞ്ജിനിയും ഞാനും എല്ലാം ബ്രഹ്മം, ആ മഹത്തായ ബ്രഹ്മത്തിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്, നമ്മൾ അഭേദമല്ല എന്നുള്ളൊരു ചിന്തയാണ് ഭാരതീയ വേദാന്തത്തിൻ്റെ കൂമ്പ് എന്ന് പറയുന്നത്. അത്തരം ഒരു സങ്കല്പത്തിൽപ്പെട്ടതാണ് ഈ ബ്രഹ്മം. ഇനി കോസ്മോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ ബഹിരാകാശത്തേക്ക് അയച്ച പേടകത്തിൻ്റെ പേരാണ് കോസ്മോസ് പേടകം. വളരെ വിഖ്യാതമാണ്. കോസ്മോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതുപോലെ പ്രപഞ്ചം. അപ്പോൾ പ്രപഞ്ചവും ബ്രഹ്മവും എല്ലാം കൂടെ ചേരുന്ന, ആ പ്രപഞ്ചത്തെ എല്ലാം ഉൾക്കൊള്ളുന്ന ബ്രഹ്മവും കൂടി ചേർന്ന ഒരു പേരാണ്. അപ്പോൾ അതിനകത്ത് ഒരു ഫിലോസഫി ഉണ്ട്, വേദാന്തമുണ്ട്, അതുപോലെ തന്നെ ഈ പ്രപഞ്ച സങ്കല്പവും എല്ലാം കൂടെ ചേർന്ന മനോഹരമായിട്ടുള്ള പേരാണ്. ഈ പേര് ചമയ്ക്കുന്നതിനൊരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു ടാലൻറ്റ് വേണമല്ലോ, അത് ഉള്ള ഒരു പേരാണിത്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ ബ്രഹ്മാസ്ത്രം എന്ന് പറയും, സകലതിനെ നശിപ്പിക്കാൻ. അത് ഫലിപ്പിക്കുകയും ചെയ്തു നമ്മൾ ശരിക്കും പറഞ്ഞു. ബ്രഹ്മാസ്ത്രം കൊണ്ട് എന്ത് നേടാമെന്ന് നമ്മൾ പാകിസ്ഥാനെയും ചൈനയും ലോകത്തെയും ട്രംപിനെയും കാണിച്ചു കൊടുത്തു. ട്രംപിൻ്റെ F-13 F-15 വിമാനങ്ങളും നമ്മൾ അതിൽ കൂടി തകർത്തു. ട്രംപിനെ പോലും ക്ഷീണിതനാക്കി എന്നുള്ള സത്യം നമുക്ക് അഭിമാനം പകരേണ്ടതാണ്. പക്ഷേ നമുക്ക് അത്രയൊന്നും അഭിമാനമില്ല. ഈ സ്ഥാപനം എന്ന് പറയുന്നത് എയ്റോസ്പേസും അതുപോലെ കെൽടെക് എന്നീ 2 സ്ഥാപനങ്ങൾ 40.5 അതുപോലെ തന്നെ 50.5 എന്നുള്ള ഒരു ഓഹരി വിഹിതം പങ്കുവെച്ചുകൊണ്ട് തുടങ്ങിയ സ്ഥാപനമാണ്. ബ്രഹ്മോസ് എയ്റോസ്പേസ് തിരുവനന്തപുരം ലിമിറ്റഡിന് 50.5% ഓഹരിയാണ് അതിലുള്ളത്. അതുപോലെ തന്നെ 40.5 ഓഹരി എന്ന് പറയുന്നത് മറ്റേ സ്ഥാപനമായിട്ടുള്ള കെൽടെക്കിനുമാണുള്ളത്. പിന്നെ കാലക്രമേണ കേരളത്തിലെ സ്ഥാപനങ്ങൾക്കെല്ലാം സംഭവിക്കുന്നത് പോലെ കെൽടെക്കിന് ശരിക്കും അതിൽ വേണ്ടത്ര കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ വന്നു, അതിൻ്റെ റോൾ അതിന് നിർവഹിക്കാൻ കഴിയാതെ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞതോടുകൂടിയാണ് കേന്ദ്രം നമ്മുടെ മറ്റൊരു സെൻറ്റർ ഓഫ് എക്സലൻസ് ആയ മികവിൻ്റെ കേന്ദ്രമായിട്ടുള്ള DRDO എന്ന് പറയുന്ന ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന അഭിമാന സ്ഥാപനത്തിലേക്ക്, അവിടെയാണ് ടെസി ജോർജൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് ഇന്ത്യക്ക് അഭിമാനകരമായിട്ടുള്ള പല മിസൈലുകളും ബാലിസ്റ്റിക് ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ ആകാശത്തു നിന്ന് ആകാശത്തേക്ക്, സമുദ്രത്തിൽ നിന്ന് സമുദ്ര കരയിലേക്ക് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് മിസൈലുകൾ ഒറീസയിലെ ചാന്തിപ്പൂരിൽ നിന്ന് വിക്ഷേപിച്ചത് തൊടുത്തയച്ച് വിജയകരമായിട്ട് നമ്മുടെ ഡിഫൻസിനെ ശക്തിപ്പെടുത്തിയത്.
ആ ഒരു സ്ഥാപനത്തിൻ്റെ കീഴിലേക്ക് വരികയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള നേതൃത്വത്തിൽ വരികയാണ്. ഇതൊരു രണ്ട് സ്ഥാപനങ്ങൾ ചേർന്നുള്ള ഒരു കമ്പനി എന്നുള്ള നിലയിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനം, നമ്മുടെ VSSC ഇല്ലേ, ISRO ഇല്ലേ, അതുപോലെ വരിക. പക്ഷേ ഇതിനെ എപ്പോഴും അനുകൂലിക്കുന്ന, സ്വകാര്യവൽക്കരണത്തെ എപ്പോഴും എതിർക്കുന്ന, അതാണ് അതിൻ്റെ അത്ഭുതം, എതിർക്കുന്ന CITU, ഇടതുപക്ഷ സംഘടനകൾ, AITUC, ഇതെല്ലാം ഇതിനെ എതിർക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ വേണ്ട, അത് പറ്റിക്കലാണ്, അതിന് കീഴിലൊരു സൊസൈറ്റി ഉണ്ടാക്കി അതിലാക്കാനാണെന്നൊരു കള്ളപ്രചരണം, ഒരു വ്യാജ പ്രചരണം. കാരണം എന്താണെന്നറിയാം, അത് അപ്പടി തെറ്റാണ്. കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു സൊസൈറ്റി ആയിട്ട് നിൽക്കാൻ പറ്റില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും അതിന് ലഭിക്കും. എല്ലാവിധ ആനുകൂല്യങ്ങളും മാത്രമല്ല, കൂടുതൽ ആനുകൂല്യങ്ങളും ലഭിക്കും. എന്തുകൊണ്ടാണ്? മികവിൻ്റെ കേന്ദ്രമായതുകൊണ്ട് കൂടുതൽ അതിന് പ്രോത്സാഹനം ലഭിക്കും. ആ രീതി വേണ്ടെന്ന് പറയാം. എപ്പോഴും കേന്ദ്രത്തിൻ്റെ ഭാഗമാക്കണം, കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുക്കണം എന്ന് പറയുന്ന ആ പാർട്ടികളുടെ തൊഴിലാളി സംഘടനകൾ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു? രഞ്ജിനി ഒന്ന് ആലോചിച്ച് നോക്കി, എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ പറയുന്നത്? നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന എന്താണ്? നല്ല രീതിയിലുള്ള ഇതല്ല പോകുന്നത്, അതുകൊണ്ടായിരിക്കാം. അങ്ങനെയല്ല, ആദ്യം പറഞ്ഞത് തന്നെയാണല്ലോ ഉത്തരം. ചൈനയെ സ്തംഭിപ്പിച്ചു ഈ ബ്രഹ്മോസിൻ്റെ മിസൈലുകൾ. ഞാൻ മനസ്സിലാക്കുന്ന ഇതാണ്, ചൈനയെ സ്തംഭിപ്പിച്ചു. പാകിസ്ഥാനെ സ്തംഭിപ്പിച്ചാലും ഇല്ലെങ്കിലും അത് ഇന്ത്യക്ക് മഹത്തായ നേട്ടം കൊടുത്തു. ആ ദേശാഭിമാനമല്ല അവർ പങ്കുവയ്ക്കുന്നത്. അതുതന്നെയാണ് കാരണം. അങ്ങനെ ഒന്നിൻ്റെ ഭാഗമാവാൻ അവർക്ക് താല്പര്യമില്ല. ചൈനയെ നശിപ്പിക്കുന്ന, ചൈനയുടെ പ്രതിരോധ സംവിധാനത്തെ, കമാൻഡ് സിസ്റ്റത്തെ തകർക്കുന്ന ഒന്നിനെ അവർക്ക് താല്പര്യമില്ല. അതിനെ എങ്ങനെയെങ്കിലും നശിപ്പിച്ചു കളയണം എന്നുള്ളൊരു ആഗ്രഹമല്ല, മറ്റൊന്നും ഇതിൽ കാണാൻ പറ്റും. മാത്രമല്ല ഇതിൻ്റെയൊക്കെ ആദ്യഘട്ടങ്ങളിലൊക്കെ വളരെയധികം സാമ്പത്തിക പരിസ്ഥിതി നേരിട്ടിരുന്നു ഈ ചാക്കിൽ തന്നെ. ഇതിൽ പ്രവർത്തിച്ചിരുന്ന കുറേ, എനിക്ക് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയില്ല. പക്ഷെ അന്ന് ഇത്തരത്തിലെ INTUC ഉൾപ്പെടെയുള്ള സംഘടന രൂപീകരിക്കാൻ അന്ന് ആദ്യം ഭയങ്കരമായിട്ട് എതിർത്തിരുന്നു. സംസ്ഥാന സർക്കാരൊക്കെ യൂണിയൻ ഇത് ചെയ്യാനൊന്നും പരിഗണിച്ചില്ല. പക്ഷേ യൂണിയനൊക്കെ നിർമ്മിക്കുകയും പിന്നീടാണ് തൊഴിലാളികൾക്ക് വേണ്ടുന്ന പരിഗണനയോ അത്ര ഈ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കുറേ സമരങ്ങളൊക്കെ ഇതിനിടയ്ക്ക് ഇതുമായിട്ട് ബന്ധം. കാരണം അന്ന് ഇപ്പോഴല്ലേ ഈ ബ്രഹ്മോസിന് പിടി വന്നത്. അപ്പം നമ്മുടെ കേന്ദ്ര സർക്കാർ ഇട്ട ഒരു പദ്ധതി, അല്ലെങ്കിൽ അതിന്റെ ശാസ്ത്രജ്ഞന്മാര് കൊടുത്ത ഒരു പദ്ധതി, അത് ചിലപ്പോൾ ആദ്യഘട്ടത്തിൽ വലിയ സാമ്പത്തിക ഇതൊന്നും നേടിയില്ലെങ്കിലും, പക്ഷെ ഇപ്പോൾ എന്താണ് ബ്രഹ്മോസിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കി, എവിടെയാണ് നിൽക്കുന്നത്, അതിന്റെ പ്രവർത്തന രീതി എവിടെയാണെന്ന് നോക്കൂ. തീർച്ചയായിട്ടും ഇത് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ തന്നെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അതിൽ ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും വലിയ രീതിയിൽ അവർക്ക് ശമ്പളം മാത്രമല്ല അത് എത്തിപ്പെടാൻ പറ്റും. കാരണം ഇനി ബ്രഹ്മാസ്ത്രത്തെ തടുക്കാൻ ആർക്കും പറ്റില്ല എന്നുള്ളൊരു രീതിയിലെത്തി. എത്ര രാജ്യങ്ങളാണ് ഈ ബ്രഹ്മോസ് വേണം എന്നുള്ള രീതിയിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതൊരു മാർക്കറ്റിംഗ്, ഇതൊരു വാണിജ്യപരമായിട്ടൊക്കെ പോവുകയാണെങ്കിൽ വലിയ ഇതാണ്. ഇതിൽ നിൽക്കുന്നവർക്കൊക്കെ പറഞ്ഞ പോലെ, രഞ്ജനി പറഞ്ഞതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളെല്ലാം ഇതിന്റെ ഓർഡർ കിട്ടാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ്. നേരത്തെ തന്നെ വിദേശ രാജ്യങ്ങൾ, എനിക്ക് തോന്നുന്നു ഫിലിപ്പീൻസ്, ഉറപ്പില്ല, നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ തിരുത്തട്ടെ, ഫിലിപ്പീൻസ് മുതലായ രാജ്യങ്ങളിലേക്ക് നമ്മളിത് കയറ്റി വയ്ക്കുന്നുണ്ട് ആൾറെഡി, അങ്ങനെ ചെറിയ രാഷ്ട്രങ്ങളിലേക്ക്. ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതോടുകൂടി പല രാജ്യങ്ങളും ഇത് ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ചൈനയിൽ നിന്നുള്ള പല ഓർഡറുകളും ക്യാൻസൽ ചെയ്തിട്ട് ഇതിനു വേണ്ടിയിട്ട് ആളുകൾ ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അത്തരം ഒരു ശുഭമുഹൂർത്തത്തിൽ ഈ നിസ്സാര കാര്യം പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമാകുന്നതിനെ എതിർക്കുന്നതിൽ വൈരുദ്ധ്യമുണ്ട്. കാരണം എല്ലാം നാഷണലൈസ് ചെയ്യണമെന്ന് പറയുന്ന സംഘടനകളാണ് ഈ സമരം നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഈ ഭാരതാംബയെ കാണുമ്പോൾ ഉണ്ടാകുന്നത് പോലെ ഭാരതത്തിൻ്റെ ദേശീയാഭിമാനവും പ്രൗഢിയും ഉയർത്തുന്ന തരത്തിലുള്ള ഒരു നീക്കത്തെയും തങ്ങൾ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ള സന്ദേശമാണ് അവർ നൽകുന്നത് എന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കേണ്ടി വരിക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.